ഞാൻ എങ്ങനെയാ ഉണ്ടായത്, അങ്ങനത്തെ ഒരു ചോദ്യം. ഇത് എങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാ പേരൻസിനും വരാറുണ്ട്. ഫസ്റ്റ് ലൈൻ്റെ ബേബി വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി കൊടുക്കുക? അത് കുട്ടിയുടെ ഏജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ആയിരിക്കും. കുഞ്ഞ് ഏത് വയസ്സിൽ എന്നോട് വന്ന് ചോദിക്കണേയിരിക്കും. ഇപ്പോൾ ഒരു 10 വയസ്സോ ഒരു 12 വയസ്സിലോ ആണ് ആ കുട്ടി വന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും എന്തായാലും നീ ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. അങ്ങനെയല്ല ശരിക്കും ഉണ്ടാവും. നോക്കി, പ്രാർത്ഥന ഒരു ഫാക്ടർ ആണെങ്കിലും എന്ന് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ഒരു പ്രോസസ്സ് പറഞ്ഞു കൊടുക്കാനും പോകുന്നില്ല. മറിച്ച് എന്താണോ ആ കുട്ടിയുടെ ബ്രെയിനിൽ കയറുന്ന ആ സമയത്ത് ആ കുട്ടിക്ക് എന്താണോ മനസ്സിലാവുന്നത് എന്നാൽ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിലോ എന്തോ ആണെന്ന് പറഞ്ഞാൽ അതാവും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് ഓരോ കുഞ്ഞുങ്ങളുടെ ഏജ് വെച്ച് നോക്കിയിരിക്കും. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നത്. കാരണം ഇപ്പൊ കാണുന്ന കുട്ടികൾ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ടെക്നോളജി അത്രയും വളർന്നേക്കുന്ന അത്രയും കാര്യങ്ങൾ അവർക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ആ ഒരു ടെൻഷൻ ഇനി വരുന്ന ജനറേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ.